കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിനെക്കുറിച്ചൊന്ന് പറയാനാണ് ഈ വീഡിയോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഫേസ്ബുക്കിൽ ഇട്ടതാണ്. 18,000 ആൾക്കാർ ആദ്യമായിട്ടാണ് അങ്ങനെ അത്രയധികം ആൾക്കാർ കാണുന്നത് എൻ്റെ വീഡിയോ. അല്ലെങ്കിൽ ഒരിക്കലും 1K 1.5 മേലൊന്നും പോയിട്ടില്ല ഒരിക്കലും. അപ്പോൾ സന്തോഷമുണ്ട് അത് റീച്ചായത്. ഇനി അത് റീച്ചാവുമെന്ന് വിചാരിച്ചിട്ട് ഇട്ടതൊന്നുമല്ല, ഇടുന്നതിൻ്റെ കൂടെ ഇട്ടപ്പോൾ അത് റീച്ചായിപ്പോയി. അപ്പോൾ ഞാനിതിപ്പോൾ പ്രത്യേകിച്ച് ഇന്നത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ 400 ചില്ലറ മെസ്സേജുകൾ വന്നു, കമൻസ് വന്നു അതിൽ. അപ്പോൾ കമൻസ് ഞാനിങ്ങനെ വായിച്ചപ്പോൾ എല്ലാം വളരെ വളരെ പോസിറ്റീവായിട്ടും സപ്പോർട്ടീവായിട്ടും ഒക്കെയുള്ള രീതിയിലൊക്കെ വന്നു. അപ്പോൾ ഒരു കമൻറ്റ് അതിൽ കേട്ടപ്പോൾ അത് നെഗറ്റീവ് ഒന്നല്ല എങ്കിൽ പോലും ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഒരു ഗ്രാമത്തിൽ സാധാരണ നടക്കുന്ന ഒരു കാര്യം പർവ്വതീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ ഗ്രാമത്തിലും ഇങ്ങനെയാണ് നടക്കണമെന്നുള്ള രീതിയിലാണ് കണ്ടത്. വാട്ട് എവർ, എൻ്റെ ആവശ്യം അത് തന്നെയായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും പത്രം വായിക്കുമ്പോഴും TV ന്യൂസിലൊക്കെ നമ്മൾക്ക് കണ്ടമാനം നെഗറ്റീവ്സാണ് നമുക്ക് കയറി വരുന്നത്. എന്തോരം നെഗറ്റീവ്സാണ്, കൊല്ല, പല പല കാര്യങ്ങളും. അതുപോലെ ഡ്രഗിൻ്റെ കാര്യത്തിലായാലും ചതി, സൈബർ അറ്റാക്ക്, ഇങ്ങനെ എല്ലാ കാര്യത്തിലും നെഗറ്റീവ്സാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നന്മകളില്ലാണ്ടല്ല, ഇഷ്ടംമാതിരി നന്മകൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ടാവുന്ന, ഞാൻ പറഞ്ഞ അപ്പോൾ ആ ഇട്ട സുഹൃത്തിനോടേക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, എല്ലാ ഗ്രാമങ്ങളിലും ഇത് നടക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ ഇളവള്ളിയിലുള്ള കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഗ്രാമങ്ങളിലും അങ്ങനെയായിട്ട് നമ്മുടെ തൃശ്ശൂർ ജില്ല അങ്ങനെയാവണം, കേരള സ്റ്റേറ്റ് അങ്ങനെയാവണം, ഇന്ത്യ മൊത്തം അങ്ങനെ ആവണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അതുതന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിന് നമുക്കൊന്ന് ചെറുതായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒന്ന് വിരലിറക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന എന്തൊക്കെ പോസിറ്റീവ്സ് ഉണ്ടോ അത് പോസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് അപ്പോൾ നിങ്ങൾ ഏത് ഗ്രാമത്തിലുള്ള ആളാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള നന്മകൾ ദയവ് ചെയ്ത് കാണും, ഇതുപോലെ ഇടും, ആൾക്കാരറിയട്ടെ. അങ്ങനെ ഇങ്ങനത്തെ കുറേ നല്ലത് വരുമ്പോൾ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് പോസിറ്റീവായിട്ട് ചിന്തിച്ചിരുന്നു. അതല്ലേ നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ പോസിറ്റിവിറ്റി കാണാൻ ശ്രമിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ പറയാനും ശ്രമിക്കുക. കാരണം നമുക്ക് ഈ പറഞ്ഞ പോലെ മീഡിയയിലൊന്നും കിട്ടുന്നത് നമുക്ക് അത്ര പോസിറ്റീവായിട്ടുള്ള അല്ലാത്തത് കുറേ കിട്ടുന്നത് കൊണ്ട് നമ്മുടെ മനസ്സും അങ്ങനെയായി പോവുക. പക്ഷേ 90% ആൾക്കാരും നല്ലതും സൗഹൃദം സൂക്ഷിക്കുന്നവരും സൗഹൃദം വേണമെന്നുള്ളവർ തന്നെയാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഞാനിപ്പോൾ വെറുതെ ഒരു ചക്കര ഒരു ഉദാഹരണം ഇട്ടപ്പോൾ 10-12,000 ആൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്. താങ്ക് യു ഫോർ ഓൾ. അതിനെ എടുത്താലും സന്തോഷം തോന്നി അത് കണ്ടതിൽ. അപ്പോൾ അങ്ങനത്തെ ഇനിയും നല്ല വീഡിയോസ് ഇടാനായിട്ട് തോന്നും മനുഷ്യന്. അങ്ങനെ ഓരോരുത്തർക്കും നമ്മൾ ഓരോരുത്തരും അത് ചെയ്തിട്ട് ഒരു നന്മയുടെ ലോകത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റുമെന്ന് നോക്കുക. ഓക്കെ, സോ കീപ് സ്മൈലിംഗ് ആൻഡ് സ്റ്റേ positive.